കുറച്ച് ദിവസമായിട്ട് വെല്ലുമിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് അങ്ങനെ എല്ലാരും കൂടിയിട്ട് വെല്ലുമിച്ചിനെ തിരിച്ചു കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുവന്നാക്കോട്ടെ. ഞങ്ങള് അവിടുത്തെ വീട്ടിലേക്ക് എത്തിയപ്പോ തന്നെ ഞങ്ങൾ നേരെ പാറമേലേക്ക് വലിഞ്ഞു കയറിട്ടോ. എനിക്ക് അങ്ങനെ പാറമേ കയറി ശീലമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ പട്ടീനെ പോലെ വലിഞ്ഞു കയറിയത് വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇരുട്ടായ കാരണം ഇങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് വന്നപ്പോ തന്നെ ഞങ്ങൾ നേരെ മേലേക്കാട്ട കയറിയത്. മേലെ എത്തിയിട്ടുള്ള വ്യൂ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ നാത്തുമാരും പിള്ളേരും എല്ലാരും കൂടി അവിടെ നിന്ന് കഥ പറയലായിരുന്നു കേട്ടോ പരിപാടി. ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അതുകൊണ്ട് ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. ഇതിന്റെ മേലെയുള്ള ഒരു കായാണ്. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എനിക്ക് എന്തായാലും അറിയില്ല കേട്ടോ. അവസാനം അവിടുന്ന് സൺസെറ്റും കണ്ടിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഇറങ്ങാൻ ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഇരുട്ടായതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അവിടുന്ന് പിന്നെ നേരെ ഉഷമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. ഇവനൊന്ന് കയ്യിലാക്കാൻ വേണ്ടിട്ട് കുറച്ച് പണി പെട്ടുട്ടോ ഞാൻ. അടുത്ത ആളുടെ ലോഡിംഗ് ആണ്. പുറത്ത് വന്നിട്ട് കാണിച്ചു തരാട്ടോ ഞാൻ. കുറച്ച് നേരം മാത്രം എന്റെ കയ്യിൽ ഇരുന്നുള്ളൂ. പിന്നെ അവൻ അവന്റെ അമ്മേനെ കണ്ടപ്പോ അങ്ങോട്ട് ചാടിട്ടോ അവൻ. പിന്നെ ഇതാണ് നന്ദുചേട്ടൻ വീഡിയോ എടുക്കണം കണ്ടപ്പോഴേ ഓടി. ഇതിന്റെ ബേബി ആണ് അടുത്തത് ലോഡിംഗ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോ ആശയ ചേച്ചിട്ട് അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നുട്ടാ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു.